ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൈനമതവും വയനാടും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധമാണുള്ളത്. അതിൻ്റെ പല ഉദാഹരണങ്ങളും നമുക്ക് വയനാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു മനോഹരമായ പ്രദേശത്തേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വയനാട് ജില്ലയിലെ പനമരത്തിനടുത്തുള്ള ഒരു ജൈനക്ഷേത്രം, വിഷ്ണുകുടി അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രം. അതിമനോഹരമായൊരു ക്ഷേത്രമാണത്. നമുക്കിന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തുക. അതിൽ നിന്നൊക്കെ പ്രചോദനം കൊണ്ടാണ് പുതിയ വീഡിയോകളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്കും ഈ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. വയനാട് ജില്ലയിലെ പനമരം നടവേൽ റോട്ടിൽ നിന്നും 100-150 മീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്തുള്ള ചെറിയ പട്ടണം നടവയലാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറിയാണ് ഈ മനോഹര ക്ഷേത്രം നമ്മളെ സ്വാഗതം ചെയ്യുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായിട്ടാണ് ഇന്ന് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രവേശന ഫീസോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് വരാം, കണ്ടുപോകാം, ആസ്വദിക്കാം. ഏകദേശം 12-14 നൂറ്റാണ്ടുകളിലായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിരുന്നതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അന്ന് പല ക്ഷേത്രങ്ങളും ടിപ്പു ആക്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ വിഷ്ണുകുടി ക്ഷേത്രം. നമുക്കിത് പല രീതിയിലുള്ള കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായാലും സൈഡുകളിലായാലും എല്ലായിടത്തും പല ദേവൻ ദേവിമാരുടെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത്രയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തതെന്ന് ഓർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുക. ഇന്ന് കാണുന്ന ഒരു സൗകര്യവും ഉണ്ടായിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ എത്രത്തോളം അധ്വാനിച്ചിട്ടായിരിക്കും ഇന്ന് ഈ കാണുന്ന രീതിയിൽ ഇത് നിർമ്മിച്ചെടുത്തിട്ടുണ്ടാവുക. അന്നത്തെ എഞ്ചിനീയർമാർ എന്ന് പറഞ്ഞാൽ അത്രയേറെ പ്രത്യേകത ഉള്ളവരായിരിക്കുമല്ലോ. കാരണം ഈ ഒരു സിമൻറ്റോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കല്ലുകൾ ഒരു പ്രത്യേക രീതിയിൽ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ പല ഭാഗത്തും മനോഹരമായ കൊത്തുപണികളുള്ള ശില്പങ്ങൾ നമുക്കിവിടെ തന്നെ കാണാം. ഓരോ തൂണുകളുടെ ഡിസൈനും അതിന് നടുക്കായിട്ട് വരുന്ന ഭാഗത്തെ ശില്പങ്ങളും. ഞാനിത് ക്ലോസപ്പിൽ എടുത്തൊരു ഷോട്ടാണ്. കാരണം ഇതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് മനസ്സിലാവും. അത്രയേറെ കഴിവുള്ള കലാകാരന്മാരായിരിക്കുള്ളവർ ഇതുണ്ടാക്കിയിട്ടുണ്ടാവുക. നമുക്കിവിടെ തന്നെ പല രൂപങ്ങൾ കാണാൻ പറ്റും. മത്സ്യത്തിൻ്റെ രൂപമൊക്കെ ഉണ്ട്. നമുക്കിപ്പം ഈ കാണുന്ന ഒരു മത്സ്യത്തിൻ്റെ രൂപമാണ്. അങ്ങനെ പല രൂപങ്ങളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്താണെന്ന് അറിയാൻ എനിക്ക് വളരെയേറെ ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു ഗൈഡോ അങ്ങനെ ഒന്നുമില്ല. ഒരു സ്റ്റാഫുണ്ട്, പുള്ളി ഇവിടെ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഭാവിയിൽ ഒരു ഗൈഡൊക്കെ വരും നമുക്ക് വിചാരിക്കാം. കാരണം ഇതിൻ്റെയൊക്കെ ചരിത്രം അറിയാനുള്ളൊരു ആഗ്രഹം എന്തായാലും നമുക്ക് അവിടെ പോകുമ്പോൾ ഉണ്ടാവുമല്ലോ. നമുക്ക് ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ഓരോ തൂണുകളിലും ഓരോരോ ശില്പങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു തകർന്ന ഭാഗം. ഇത് അത്രയേറെ നശിച്ചിട്ടുണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള പ്രവേശന കവാടത്തിൻ്റെ ഭാഗം. ഇവിടെ തന്നെ കാണാൻ നമുക്ക് ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ 4 വലിയ തൂണുകളാണുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും 4 വലിയ തൂണുകളുണ്ട്. ആ 4 വലിയ തൂണുകളിലും ഭയങ്കര ഒരു ഭംഗിയുള്ള ശില്പങ്ങൾ കൊത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനന്ന് പോയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം ഇങ്ങനെ ഉറ്റുറ്റി വീഴുന്നതും ഒരു നനഞ്ഞിരിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. ഭയങ്കര തണുപ്പാണ് ഇതിനകത്ത് കയറുമ്പോൾ. കാരണം ഇതാണല്ലോ പൂർണ്ണമായും കല്ലാണല്ലോ. നമുക്കതിൻ്റെ റൂഫിലൊക്കെ കാണാൻ സാധിക്കും ഒരു പ്രത്യേക റൗണ്ട് രൂപത്തിലുള്ള ഒരു ഇതൊക്കെ കൊത്തിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെറും കല്ലിങ്ങനെ നിൽക്കുകയാണ്. ഒന്നും സിമൻറ്റോ ഒന്നും ചേർക്കാതെ ഇങ്ങനെ കല്ലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമുക്കങ്ങനെ ദൂരെ കാണുന്നതാണ് ശ്രീകോവിൽ.
ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ രണ്ട് വലിയ ശില്പങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ശില്പമാണിത്. ആ ശ്രീകോവിലേക്ക് കയറുന്നതിൻ്റെ ആ സൈഡിലായിട്ടുള്ള രണ്ടാമത്തെ ശില്പമാണിത്. ഇത് ഇവിടുന്ന് നമ്മൾ ആ ദൂരെ കാണുന്നതാണ് ശ്രീകോവിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ വിഗ്രഹമില്ല, അത് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല, നഷ്ടപ്പെട്ടതാണെന്ന് തോന്നുന്നു. ഈ ഒരു സൈഡിലൊക്കെ കുറച്ച് ഭാഗങ്ങൾ തകർന്ന് വീണ് കിടക്കുന്നുണ്ട്. ആ വീണ് കിടക്കുന്നതിൽ നമുക്ക് ശില്പങ്ങൾ കൊത്തിയെടുത്ത് കാണാം. ഇതാണ് ശ്രീകോവിൽ. അവിടെ നിന്ന് വെറും ഒരു കല്ലിൻ്റെ പീസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, വിഗ്രഹം അവിടെ കാണാൻ സാധിക്കുന്നില്ല. ഇതൊരു തകർന്ന് കിടക്കുന്ന പീസാണ്, അതിലും ഇങ്ങനെ വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ തകർന്നിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളൊക്കെ അത് ഇങ്ങനെ മനോഹരമായിട്ട് തന്നെ ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ശ്രീകോവിലിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ മഴ പെയ്യുന്നതിൻ്റെ ആ ഒരു ഫീലിംഗൊക്കെ എനിക്കന്ന് അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. മഴ പെയ്ത ആ ഒരു പാറയൊക്കെ ഇങ്ങനെ നനഞ്ഞ് കിടക്കുമ്പോൾ, കല്ല് നനഞ്ഞ് കിടക്കുമ്പോഴേ നല്ലൊരു വല്ലാത്തൊരു തണുപ്പാണ് എന്തായാലും അനുഭവപ്പെടാൻ സാധിക്കും. വയനാട് വരുന്നവർ തീർച്ചയായും എന്തായാലും ഈ ഒരു സ്ഥലം കൂടെ ഉൾപ്പെടുത്തുക. വയനാട് ഇപ്പം ഉരുൾപൊട്ടലിനൊക്കെ ശേഷം ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം മാക്സിമം വരിക, അങ്ങനെ സേഫായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ് വയനാട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നമസ്കാരം.